എടി നീ എന്തോ പറയുന്നേ? ജോലിക്കാരെ വെക്കാൻ തന്നെ ആണോ? പിന്നല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ എല്ലാ പണിയും കൂടെ ചെയ്യാൻ പറ്റുമോ? എന്തായാലും വേണം. നീ പറയുന്നതിൻ്റെ വിട്ട് ചന്തയിൽ വിൽക്കാൻ കിട്ടുന്ന സാധനമല്ലേ ഇപ്പോൾ ജോലിക്കാരെന്ന് പറയുന്നത്. തെങ്ങേറ്റത്തിന് വീട്ടു ജോലിക്ക് നീ എത്ര ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും ആൾ വരാനില്ല. ഇങ്ങനെയുള്ളവരെ കിട്ടുന്ന ഓരോ ഏജൻസീസ് ഒക്കെ കാണത്തില്ലേ? അവിടെ നമുക്ക് നോക്കിയാലോ? ഏജൻസിയുടെ കാര്യം വിട്. ഏജൻസിയിലൊന്നും ആരെയും വിശ്വസിച്ചൊന്നും നമ്മുടെ വീട്ടിലോട്ട് നിർത്താൻ പറ്റത്തില്ല. ഇവരുടെയൊക്കെ സ്വഭാവം എന്തോന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറ്റി കിടത്തുന്നത്. അതൊന്നും നോക്കണ്ട. നമുക്ക് തഞ്ചത്തിന് ഒത്ത ഒരാൾ വരട്ടെ, അപ്പം നമുക്കത് നോക്കാം. ഞാനതാ പറയുന്നത് ഇപ്പം നിന്നോട്. സഞ്ജുവിനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഒരു ജോലിക്കാരിയുടെ ആവശ്യം എന്തുവാ? ഈ മാസം 10,000-12,000 രൂപ കൊടുക്കേണ്ട ഒരു ആവശ്യം എന്ത്? ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാനുള്ള ജോലികളല്ലേ ഉള്ളൂ. അല്ല അവൾ ഒന്നാമതെ പ്രഗ്നൻ്റ് അല്ലേ? അതിന് എനിക്ക് പറ്റത്തില്ല. എനിക്ക് അടുക്കളയിലൊന്നും കയറാൻ പോലും പറ്റത്തില്ല. സ്മെല്ലടിക്കുമ്പോഴേ വൊമിറ്റ് ചെയ്യുക. അതിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഈ ഇതൊന്നും വൊമിറ്റിംഗ് ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. അത് പിന്നെ കഴിക്കണ്ടേ? കണ്ടോ, എന്ത് ചോദിച്ചാലും അവളുടെ കയ്യിൽ മറുപടി ഉണ്ട്. എടി, നിന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഭാര്യ, നിൻ്റെ അമ്മ, അവൾ എന്തൊക്കെ ജോലികൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്? അവളെ വിലക്കാരി വെച്ചോ? അത് അച്ഛന് കഴിവില്ലാത്തതുകൊണ്ട്. കേട്ടോ, അച്ഛാ, പൈസയുടെ കാര്യം കൊടുത്ത അച്ഛന് ടെൻഷനും അടിക്കണ്ട. പൈസ ഞാൻ കൊടുത്തോളാം. മോനേടാ, പൈസ കൊടുക്കുന്നതല്ല സഞ്ജു, പൈസ കൊടുക്കുന്നതിലാണല്ല. പൈസ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉണ്ടാവൂ, നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാകുന്നത്. എന്തായാലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും. നേരത്തെ ആയിക്കഴിഞ്ഞാൽ നല്ലതല്ലേ? ആ, അല്ലെങ്കിലും പ്രായം കഴിഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായമൊക്കെ പട്ടിക്കുമല്ലേ. അച്ഛൻ പറയുന്നൊന്നും ഏട്ടൻ കാര്യമാക്കണ്ട. എന്തായാലും ഒരു സെർവൻറ്റിനെ കിട്ടിയേ പറ്റത്തുള്ളൂ. കണ്ടല്ലോ, ഇതാ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യും. ഞാനൊന്നും പറയുന്നില്ല. ഒരു കാര്യം ചെയ്യും, ഞാനേ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അച്ഛൻ്റെ പരിചയത്തെ ആരെങ്കിലും കാണാനിരിക്കത്തില്ല. ഇനി നമ്മുടെ ഇടത്തിന് ആരെങ്കിലും കിട്ടിയാലേ വർക്കാവത്തുള്ളൂ. എല്ലാവരെയും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അച്ഛാ, എവിടെയുണ്ട്? ഡയർക്ക, പെട്ടെന്നൊരു ജോലിക്കാരിയെ വേണമെന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരാനാണ്? ഒരുപാട് തപ്പിയായിട്ടാണ് ഒരുത്തേ കിട്ടിയത്. പിന്നെ ശമ്പളവും കാര്യങ്ങളൊക്കെ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിച്ച് കൊടുത്താൽ മതി. 18 രൂപ കൊടുക്കാച്ചാ? എന്തോ നീ 18 രൂപയൊക്കെ കൊടുക്കുന്നേ? ആദ്യം അവൾ വന്ന് നിന്നിട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെ സംസാരിക്കുക. ചാടി കയറി അങ്ങ് ശമ്പളത്തിൻ്റെ കാര്യം നിശ്ചയിക്ക് വന്നു. അച്ഛാ, ഈ കാലത്ത് 18 രൂപ ഒരു ജോലിക്കാർക്ക് കൊടുക്കുന്ന വലിയ ശമ്പളമൊന്നും അല്ല. അതിന് ആര് തീരുമാനിച്ചാലും അവർ ചോദിക്കുന്ന കൊടുത്തേ പറ്റൂ. കാരണം ഇപ്പോൾ ഒരിടത്തും ആരെയും കിട്ടാനില്ല. എടേ ഉഷേ, കൊച്ചേ, ഇതാ ആള്. ഇരിക്കേച്ചി. അന്ന് കയറി ഉടനെ ചാടി കയറി ഇരിക്കുമോ? ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്താ ചേച്ചി ഇരിക്കേ. ചേട്ടാ, അവിടെ നിൽക്കുന്ന ഒരാളെ പിന്നെ പിടിച്ച് ഇരുത്തിയേ ഒക്കത്തുള്ളൂ നിങ്ങൾക്ക്. കുഴപ്പമില്ല ചേച്ചി, ഇരുന്നോ. ഒക്കത്തില്ല, അങ്ങ് ഇരുത്തണം. അങ്ങ് ഇല്ലയോ? കാര്യങ്ങൾ സംസാരിക്കാദ്യമേ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ആദ്യം പറ, എന്നിട്ട് എന്തൊക്കെയാണ് തീരുമാനിച്ചിട്ട് മതി. എന്നാ ഇരിക്കും. പക്ഷേ കാര്യങ്ങളൊക്കെ ഇവര് പറയും. സാരമില്ല. കണ്ടോ, ഉഷ എന്ന പേരല്ലേ? അല്ല, ഊർമിള ദേശായി. ഇവിടെ എത്ര നേരം അങ്ങേരി കിടന്ന് പിന്നെ ഉഷ ഉഷ എന്ന് വിളിക്കുന്നത് നീ കേട്ടില്ലേ? നേരത്തെ എവിടെ ആയിരുന്നു? ഒരു ബേക്കറിയിൽ. അവിടെ നിന്ന് എന്താ പറഞ്ഞോട്ടെ? അത് പിന്നെ അവിടെ തിരിച്ചു കാണിച്ചോ? അച്ഛാ, അതൊക്കെ പിന്നെ ചോദിക്കാം. അവിടുന്ന് വല്ലവൻ്റെ മണ്ടയ്ക്ക് ഇടഞ്ഞിട്ട് വന്നെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതിയോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഭർത്താവും മോളും. മക്കളെത്ര പേരാ? ഒന്നേ ഉള്ളോ? എണ്ണിയില്ല. 2 പേര്. 2 പേര്. അത് പറ. ചേച്ചി ഇവിടെ അടുക്കളയിൽ ഫുഡും കാര്യങ്ങളും വെക്കുന്നു, വീടൊക്കെ വൃത്തിയാക്കുന്നു, അങ്ങനെ കുറച്ച് പണികളേ ഉള്ളൂ. എന്നാൽ പിന്നെ ഇവിടെ എന്തിനാ വിളിച്ചത്? ഇവിടെ എനിക്കറിയാലോ ഇവിടെ വലിയ പണിയൊന്നും ഇല്ലാന്ന്. 12,000 രൂപ കളഞ്ഞേ പറ്റത്തുള്ളായിരുന്നു. പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. ഓട്ടെ പിള്ള. ചേച്ചി എന്നാ അടുക്കളയിലോട്ട് കയറിക്കോ. മേളത്തെ നിലയിലെ റൂം. വേണമെങ്കിൽ റെസ്റ്റ് എടുത്ത് കുറച്ച് തരാം കേട്ടോ. ശരി. എന്തോ അച്ചാച്ചന് ചുമ്മാ കണ്ടാലേ അറിയാം. പാവൊരു ചേച്ചി. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയണം. അല്ലെങ്കിൽ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇതൊക്കെ അവസാനം തോളയിലോട്ട് കയറും. നീ ചെല്ല്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പൊടിവകകളൊക്കെ എവിടെ ഇരിക്കുന്നത് കാണിച്ചു കൊടുക്കുക. ചെല്ല്. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. ഉള്ളൊന്നും പറയാനില്ല.
അതെ, ഇവിടെ 4 മണിക്ക് എല്ലാവരും ചായ കുടിക്കുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. നേരം സന്ധ്യയായി, കിട്ടിയില്ല ഇവിടെ ആർക്കും. ഇത് എടുത്ത് എന്ത് വെച്ചാ പറയുന്നേ? ചായ എടുത്ത് ആര് വേണ്ട? എനിക്ക് കാപ്പി മതി. ഇടാം. കാപ്പി വേണ്ട, എനിക്ക് ചായ മതി. നീ എത്ര ഗ്ലാസ് പാൽ ഒഴിച്ചടി? 3 ഗ്ലാസ്സോ? ഇവിടെ എത്ര പേരുണ്ട്? 3 പേര്. എന്നാൽ പിന്നെ 3 പേർക്ക് ഒരു ഗ്ലാസ്സിനകത്ത് പാൽ ഒഴിച്ചതിനകത്ത് തേയിലിട്ട് കലക്കി കൊടുത്താൽ പോരായിരുന്നു? എന്തോ ചെയ്യാൻ പോവാ? തേയില കലക്കി കൊടുക്കാൻ. എൻ്റെ പൊന്നി പറയുന്ന 10-12 രൂപ കൊടുത്ത് നിർത്തിയേക്കോ. വിവരമെന്ന് പറഞ്ഞു ചുമ്മാ ഞാൻ ബേക്കറിന്ന് പറഞ്ഞു വിട്ടത്. കൊച്ചു നിനക്ക് സംസാരിക്കരുത്. എൻ്റെ അച്ഛൻ്റെ പേരെന്തുവാ? ഐവി ശശി, ജോസഫ്. പറയാൻ നടക്കടന്നത് അടക്കം പറയാൻ. ഇവിടെ ഓരോ സാധനങ്ങൾ അതാത് മാസത്തേക്കുള്ള സാധനങ്ങളോട് മേടിച്ച് വെച്ചേക്കുന്നത്. അത് എനിക്ക് തോന്നുന്ന പോലെ എടുത്ത് വെച്ച് ഉപയോഗിക്കാനല്ല. ഓരോ 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ചായ കിട്ടണം. ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് കൊണ്ട് തന്നോളാം. പറ പാതർന്ന ചുമ്മാതെ. ഫുഡെന്തേ? ചോറ് തൊലിച്ചോണ്ടി കഴിഞ്ഞു. വാ, ചോറെന്തിയെ? എന്തു മോളെ? ചോറെന്തി മോളെ? അരി തീർന്നു. അരി തീർന്നു? അരി എപ്പോൾ തീർന്നു? ഇന്നലെ ചോറ് വെച്ചപ്പോഴേ. എന്നിട്ടെന്താ ഇന്നലെ പറയുന്നേ? ഇച്ചിരി മോളെ ഇന്നലെ എന്താ പറയുന്നത്? ഇന്നലെ എന്താ പറയുന്നേ? എന്താ ഇന്നലെ പറയുന്നേ? ചമ്മന്തിയോ? അരി ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ ചോറ് വേണ്ട വച്ചാ. ചമ്മലോ? അരി തീർന്നു പറയാൻ ചമ്മലോ? അപ്പോൾ ബാക്കിയുള്ളവർക്ക് പിന്നെ എന്തോ തിന്നും? രാവിലെ മോളും തിന്നായിരുന്നു. എന്തോ കഴിച്ചേ? ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടോ? ഇനി തീർത്തോ? എന്തുവാ മോളെ നീ? മറ്റേ ലൈലാൻഡ് തടിലോറി വേണം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ. എന്തെങ്കിലും ഒന്ന് വാതർന്ന് പറ. എന്തിനാ ചീറ്റുന്ന? എന്തിനാ അച്ഛാ? നീ ചീറ്റുന്ന എന്തിനാ? ഇവിടെ ഒന്നും ഇരിപ്പില്ല പത്തിൻ്റെ. എടി അണ്ണാക്കില്ലാത്തവൻ്റെ മോളെ ഒരു പണിയല്ല എടുക്ക്. ചേച്ചി പെട്ടെന്ന് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ചേച്ചി ശരിയാവുന്നത്? ചേച്ചിയെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി പെട്ടെന്ന് പോയാൽ ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ പൊളിയും ചേച്ചി. അതുകൊണ്ടാണ് പോണം. ചേച്ചി എന്തോ പറ്റിയത്? എന്തുവാ? പോണം സഞ്ജുമാനെ, പോണം. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. സഞ്ജുമാനെ പോണം. ചേച്ചി പോവാന്നുള്ള എന്തെങ്കിലും കാരണമുണ്ടല്ലോ. ഒരു കാരണമില്ലാതെ ചേച്ചി എന്തിനാ പോകുന്നത്? എന്തോ കാര്യമെന്ന് പറയാ ചേച്ചി ഒന്ന്. അച്ഛന് രാവിലെ നിൽക്കുന്ന ഇഷ്ടമല്ല. നമുക്ക് വിലയില്ല നമ്മൾ സാധാരണ. പോണം. അയ്യോ ചേച്ചി, അച്ഛൻ്റെ ഇതുകൊണ്ടാണെങ്കിൽ അച്ഛൻ ഒരു പാവം. അച്ഛൻ ഈ മുൻകോപം കൂടുതലായതുകൊണ്ടേ വിലയില്ലാത്തടത്ത് നിൽക്കണ്ട. അങ്ങനെയൊന്നും ചേച്ചി കരുതണ്ട. അച്ഛന് കുറച്ച് ദേഷ്യം. അതിപ്പോൾ എൻ്റെ അടുത്താണല്ലോ അങ്ങനെയാ. ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇല്ല മീനുമോളെ, പോകുക ശരിയാവത്തില്ല. ഒരു കാര്യം ചെയ്യേ, ചേച്ചിക്ക് ഇപ്പോൾ 18 രൂപ അല്ലേ തരുന്നേ? ഞാൻ 2000 രൂപയുടെ കൂട്ടിത്തരാം. 20,000 രൂപ വെച്ച് തരാം. ഇപ്പം ചേച്ചിക്ക് ഓക്കെ ആണോ? നമുക്ക് വിലയില്ല, എന്നാലും നിൽക്കാം. എന്നാ ശരി മക്കളെ, പോട്ടെ.
ഇപ്പം ഇവർക്കെന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ട്രാക്ക് മാറ്റാൻ സമയമായി. കാശ് തരാൻ. അതെ, ഒരു കാപ്പി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചേച്ചി വീണ്ടും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചേച്ചി ശരിയാവുന്നേ? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. ചേച്ചി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടാവും. പോവാ മോനെ, എന്തോ ഇപ്പോഴത്തെ റീസൺ എന്തോ ചേച്ചിയുടെ? പോവാ മോനെ. ചേച്ചി എന്തെങ്കിലും കാരണം വേണമല്ലോ ഒരാൾ പോകണമെങ്കിൽ. അത് എന്താ റീസൺ എന്നൊന്ന് പറ. അത് പിന്നെ ഞാൻ തുണി തേച്ചുകൊണ്ടിരുന്നപ്പം അച്ഛൻ വന്നിട്ട് കാപ്പി കിട്ടിയ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അതിനെന്തോ അവിടെ ഏതാ തെറ്റെന്തോ? കാപ്പി കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. അപ്പം കാപ്പി കിട്ടിയാലേ കൊള്ളത്തുള്ളൂ, കാപ്പി കിട്ടിയില്ലെങ്കിൽ കൊള്ളത്തില്ല. അപ്പമാന സഹിച്ച് നിൽക്കാൻ പറ്റത്തില്ല മോനെ, ഇപ്പോൾ കൊള. എൻ്റെ ദൈവമേ, എൻ്റെ ചേച്ചി അച്ഛൻ്റെ, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ആ ഒരു സംസാര ശൈലി അങ്ങനെയാണ്. നമുക്ക് ദേഷ്യം വരുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അച്ഛൻ മനസ്സിൽ വെച്ചല്ല പറയുന്നല്ലേടി. അതെ, അച്ഛൻ കളിയാക്കുന്നൊന്നും അല്ല, അച്ഛൻ അങ്ങനെയാണ്. ഇതൊക്കെ കൊച്ചു കാര്യങ്ങളല്ലേ. ഇതൊക്കെ എന്തിനാ ചേച്ചി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അത് വേറെ രീതിയിലൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനൊന്നും ഇല്ല ചേച്ചി. ഈ കാരണം കൊണ്ട് ചേച്ചി പോകുന്നു വേണ്ട. പോവാ മക്കളെ, ഞാൻ പോവാ. ചേച്ചി പോവാന്ന് തന്നെ ഉറപ്പിച്ചോ? പോവാ മോനെ, നിൽക്കുന്നില്ല. ചേച്ചി പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്ലാനുകളൊക്കെ തെറ്റും ചേച്ചി. ചേച്ചി ഒരു കാര്യം ചെയ്യ്. ചേച്ചിക്ക് ഇപ്പോൾ 20,000 രൂപ വെച്ചില്ലേ ഞാൻ തരുന്നേ? ഞാൻ 21,000 രൂപ വെച്ച് തരാം. നിൽക്കാം, നിങ്ങളെ ഓർത്തിട്ട് മാത്രം അപമാനം സഹിച്ച് ചേച്ചി നിൽക്കാം. പോട്ടെ അടുക്കളയിലോട്ട്. അവിടെ ആരുമില്ല. ആ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ അങ്ങാണ്ട് പോയി. അതിനെന്തോ അച്ഛൻ ഇപ്പോഴും വഴക്ക്. അതാരാ പെണ്ണുങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കുന്നേ? വീഡിയോ കോൾ ചെയ്തേ നോക്കട്ടെ. ഞാനിവിടുത്തെ ജോലി കളഞ്ഞിട്ട് അങ്ങോട്ട് വരും കേട്ടോ. എനിക്ക് സംശയരോഗമൊന്നും അല്ല. അവിടെ പ്രശ്നം ഞാൻ ഉണ്ടാക്കും. ഞാൻ അവിടെ വന്ന് നിൽക്കും. വേറെ പെണ്ണുങ്ങളോട് മിണ്ടിക്കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആ, കുഴപ്പമില്ല. ആ ശരി എന്നാൽ. അയ്യോ, എൻ്റെ കയ്യിലൊന്നും അത്രയും പൈസ ഇല്ല. 1000 രൂപ അത് ഞാനെങ്ങനെ എടുക്കാനാ? എൻ്റെ പൈസ ഇല്ല. ഇങ്ങനെ പറഞ്ഞ നോക്കട്ടെ. ചേച്ചി ഇപ്പം പോവാന്ന് പറഞ്ഞു എങ്ങനെ ചേച്ചി ശരിയാവുന്നേ? പോവാ മക്കളെ. ഇപ്പൊ എന്തോ ചേച്ചിയുടെ പ്രശ്നം? പോവാ, ശരിയാവത്തില്ല. ഇതിപ്പം നമുക്കിപ്പോൾ ഞാൻ എന്ത് ചേച്ചി പറയുന്നത്? ചേച്ചി ഞങ്ങൾക്ക് അത്രയും അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി ചേച്ചിയുടെ കാലയിൽ ഇങ്ങനെ പിടിക്കുന്നേ? അത് മാത്രമല്ല, ഇവള് പ്രഗ്നൻ്റാണ്, ചേച്ചിക്ക് അറിയാമല്ലോ. അയ്യോ, മോള് ഗർഭിണിയായിരുന്നോ? ഇത്രയും ദിവസം ചേച്ചി ഇവിടെ വന്നിട്ട് ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നോ അത് ഇവള് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം? ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ ചേച്ചി, ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അച്ഛനെ നീ ഇഷ്ടമൊന്നും അല്ല, എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ശരിയാവത്തില്ല. ഞാൻ പോവാ മക്കളെ. ചേച്ചി പ്ലീസ് ചേച്ചി ഇവിടെ നിൽക്കി, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് ചേച്ചി. ഞാൻ വേണമെങ്കിൽ ചേച്ചിക്ക് 1000 രൂപയും കൂടെ കൂട്ടിത്തരാം. അച്ഛനറിയരുത്. നിൽക്കാം, താല്പര്യത്തോടൊന്നും അല്ല. പിന്നെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോകരുതല്ലോ. എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ്. നിൽക്കാം. എന്നാ പിന്നെ അടുക്കളയിലോട്ട്.
മക്കളെ, ഇപ്പം ഈ കൂട്ടിത്തരാമെന്ന് പറഞ്ഞ 1000 രൂപ ഇപ്പം ഇങ്ങ് തരാൻ പറ്റുമോ? പിന്നെ എന്താ തരാമല്ലോ, ചേച്ചിയുടെ മൊബൈൽ നമ്പറിൽ അയച്ചാൽ പോരെ? അത്യാവശ്യമുള്ളത് കൊണ്ടാണ്. അത് കുഴപ്പമില്ല ചേച്ചി, അത് കുഴപ്പമില്ല. എടി അവൻ ചെയ്ത് കൊടുക്കുക. പോട്ടെ ഇന്ന് അടുക്കളയിലോട്ട്. धन ता ता धा धा 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 धन ता ता धा धा. ചേച്ചി ഇനി എന്തു ചേച്ചി പ്രശ്നം? എത്ര മധ്യസ്ഥ കഴിഞ്ഞ് ചേച്ചി ചേച്ചിയുടെ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇനി എന്തോ ഞങ്ങൾ ചെയ്യണ്ടേ? സഞ്ജു മോനെ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ചേച്ചിയോട് ഞങ്ങളുടെ അവസ്ഥകളെല്ലാം പറഞ്ഞല്ലേ ചേച്ചി, പിന്നെ എന്താ ഇങ്ങനെ? ഇത് അതുപോലല്ല സഞ്ജു മോനെ. ഞാനെങ്ങനെയാ മുഖത്ത് നോക്കി പറയുന്നത്? കാര്യം പറ എന്തുവാന്ന് ചേച്ചി. ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 18 20 21 22 എത്രായിരം രൂപ ഞാൻ കൂട്ടിത്തന്നു ചേച്ചി ഓരോ കാര്യം. ഞങ്ങൾക്ക് അത്ര അർജൻറ്റ് ആയതുകൊണ്ടാണ് ചേച്ചി. എന്തോ റീസൺ എന്തോ, ഇപ്പോഴത്തെ റീസൺ എന്തോ? വലിയ വീട്ടിലെ സാറുമാരൊക്കെ വേലക്കാരികളോട് ഇതൊക്കെ ചെയ്യുന്നത് പതിവാ. ചേച്ചി എന്തുണ്ടെങ്കിലും മനസ്സിൽ വെക്കാതെ ചേച്ചി പറ, എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും പരിഹാരം എങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ. ഞാൻ പോവാ. ചേച്ചി ചമ്മാതെ കാര്യം പറ, എന്തോ കാര്യം എന്തുവാ? ഇവിടുത്തെ അച്ഛന് എന്നെ പിടിച്ച്. എന്തുവാ? അച്ഛനോ? അച്ഛനെ പിടിച്ച്. അച്ഛനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ആ മനുഷ്യൻ വായും പേയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെയും അങ്ങനെ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിക്കത്തില്ല. ചേച്ചി എന്തോ ഈ പറയുന്നത്? എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ സത്യവും പറഞ്ഞത്, നടന്നതാ. ചേച്ചി വെറുതെ പോലും അങ്ങനെ പറയരുത്. കാരണം ഒന്നാമത്തെ പേരൊക്കെ ഉള്ള കുടുംബമോ, ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനൊരു പെണ്ണ, എനിക്കറിയാം. വഴക്ക് പറയുന്നതൊന്നും കൂടാതെ ഈ രീതിയിൽ കാണിച്ചു. നമുക്ക് എന്തായാലും സംസാരിച്ച് തീർക്കാം. ഇപ്പൊ ചേച്ചിക്ക് എന്തുവാ ചേച്ചിയുടെ ആവശ്യം എന്തുവാ? എനിക്കൊരു 26 രൂപ ശമ്പളം വേണം. ആരോടും പറയത്തില്ല. അച്ഛൻ്റെ കാര്യമല്ലേ, ഇല്ലാത്ത കേസാ. പക്ഷെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചേച്ചി ഇത് വേറെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. 26 രൂപ തരാം. എന്തുവാടി നിൻ്റെ അച്ഛൻ കാണിക്കുന്നേ? എന്തൊക്കെയാണ് കാണുന്നേ? എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിൻ്റെ അച്ഛൻ ചെയ്യാതാന്ന് അവരിവിടെ വന്ന് പറഞ്ഞത്. അവർ പറഞ്ഞതല്ലേ ഉള്ളൂ. ചിലപ്പം തട്ടുമോ മുട്ടുമോ എല്ലാം ചെയ്ത് കാണും. അതിന് പിടിച്ചു എന്നൊക്കെ പറയണം. ഒരു സ്ത്രീയെ കയറി ഒരാൾ പിടിച്ചിട്ടാ പിടിച്ചെന്ന് പറയുന്നത്. വെറുതെ ഒന്നും ആരും ഒന്നും പറയത്തില്ല. അതാദ്യമേ മനസ്സിലാക്കുക. എനിക്ക് എൻ്റെ അച്ഛനെ നന്നായിട്ടറിയാം. അറിയാം. പ്രായമാകുമ്പോഴേ ഓരോരുത്തർക്കും ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ശേ, എന്തു ഈ പറയുന്നേ? ഉള്ളത് തന്നെ പറഞ്ഞ് നാണക്കേടായില്ല, നാണക്കേട്. ഓനെ വെളിയിലെങ്ങാണ് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നോക്കടി നിൻ്റെ അച്ഛനെ എന്താന്നടേ? അയ്യ
എന്ത് അടി മര്യാദയ്ക്ക് ഇങ്ങോട്ട് ചെയ്യടിയത് എല്ലാം നോക്കി ഇന്നലെ ചെയ്യത്തുള്ളില്. എൻ്റെ ദൈവമേ, നാണക്കേട് കാരണം എനിക്ക് വയ്യ. നാട്ടുകാരെങ്ങനെ അറിഞ്ഞുകൊണ്ടല്ലോ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കുടുംബത്തിന്റെ പേരാ പോകുന്നത്. ഇത്രയ്ക്ക് നാണം കേടാൻ ഇവിടെ ഇപ്പൊ എന്തോ ഉണ്ടായത്? എന്തുവാ ഉണ്ടായത്? ഒന്നും അറിയാത്തതിന്റെ കൂട്ട്. നിന്റെ അച്ഛൻ എന്തിനാണ് വേലക്കാരി കയറി പിടിച്ചത്? എൻ്റെ അച്ഛൻ അവരെ പിടിക്കാൻ നിങ്ങൾ കണ്ടോ? ആ, കാണാൻ എന്തുവാ, അവർ വന്ന് നേരിട്ടല്ലേ പറഞ്ഞത്. പിന്നെ അവരൊരു തെളിവില്ലാത്ത കാര്യം പറയുന്നോണ്ട് അതും വിശ്വസിച്ച് എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. നിന്റെ അച്ഛൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് 18,000 രൂപ വന്നപ്പോൾ അവർക്ക് 26,000 രൂപ കൊടുക്കേണ്ടി വന്നു. എനിക്ക് അറിയാവോ? നിങ്ങൾ ഉടനെ സമ്മതിച്ചു കൊടുത്തിട്ടല്ലേ? സമ്മതിച്ച് കൊടുത്തിട്ടാ. കയറി പിടിക്കുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ, അതിന് തന്തയ്ക്ക് പറയണ്ട. എൻ്റെ അച്ഛൻ അത്രക്കാരനല്ല. നിങ്ങൾ എന്തിനാ എപ്പോഴും എൻ്റെ അച്ഛൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന കുറ്റം കണ്ടുപിടിച്ചോണ്ട്? ഞാൻ നിന്റെ അച്ഛൻ്റെ പുറകെ നടന്നതല്ല, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാ. അത് ഒരു വട്ടം, 1-2 വട്ടം ഞാൻ കണ്ട്. നിങ്ങളുടെ അച്ഛൻ എന്തിനാ അവരുടെ പുറകെ നടക്കുന്നത്? അവരവിടെ ജോലി ചെയ്തെടുത്ത് നിൽക്കുന്നല്ലേ ഉള്ളൂ. ജോലി അതിന് മൂട്ടി തന്നെ പോയി നിൽക്കണം തന്തയ്ക്ക്. ഇത്തിരി ഇങ്ങോട്ട് മാറി നിന്നാൽ പറ്റത്തില്ല. എന്തായാലും എനിക്കറിയാം എൻ്റെ അച്ഛനെ. ഇവിടെ അച്ഛനല്ലേ ഏറ്റവും കൂടുതൽ വേലക്കാരി നിർത്തണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. അത് എന്തുകൊണ്ടാണ് നിന്റെ അച്ഛൻ വാശി പിടിച്ചത്? മാന്യന്മാരങ്ങനെ നമ്മളെ ഒന്ന് ഇളക്കണം, നിർത്തല്ലേ നിർത്തല്ലേ എന്ന്. അപ്പം നമ്മൾ നിർത്തും. ഇതാണ് എല്ലാവരുടെയും പരിപാടി. ഇപ്പം കയ്യോടങ്ങ് പൊക്കിയല്ലോ. ഇതിപ്പോൾ കുറേ ദിവസമായി ആവശ്യമില്ലാതെ എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. നീ പോയി തീരുമാനം ഉണ്ടാക്കുക. ചേച്ചി ഒന്ന് നിന്നേ, ചേച്ചിയോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് മോളെ? ചേച്ചിയെ അച്ഛൻ കയറി പിടിച്ചായിരുന്നോ? സത്യം പറയണം, അച്ഛൻ കയറി പിടിച്ചായിരുന്നോ? പിടിച്ചു. കള്ളമാണെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ പോലീസിനെ വിളിക്കും. കാരണം അത് എൻ്റെ അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞാനിപ്പോൾ അച്ഛനെ വിളിച്ച് ചോദിക്കും. അച്ഛനെ വഴക്കൊന്നും പറയണ്ട മോളെ. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം. ചേച്ചി പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഞങ്ങളോട് പറയാം. അതില്ലാതെ ഇതുപോലെ മോശമായിട്ടുള്ള പരിപാടിയൊന്നും കാണിക്കണ്ട. പിടിച്ചു. ഇപ്പം ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ കള്ള വന്ന് തെളിഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ. പിടിച്ചു. അതെ, എന്തുവാ വിഷയം? എന്തുവാ അത് പിന്നെ അച്ഛാ, ചേച്ചി പറയാ അച്ഛൻ ചേച്ചിയെ കയറി പിടിച്ചു എന്ന്. അയ്യോ, അച്ഛൻ എന്നെ പിടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ചേച്ചി ഇപ്പൊ എന്തോ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്? അയ്യോ, അച്ഛൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞത് സത്യവാ. അയ്യോ, അച്ഛൻ പിടിച്ചു എന്നല്ല ഞാൻ പറഞ്ഞേ. ചേച്ചി അല്ലേ പറഞ്ഞത് അച്ഛൻ കയറി പിടിച്ചു എന്ന്? എന്റെ മോളെ, അച്ഛൻ പിടിച്ചു എന്ന് പറഞ്ഞത് സത്യവാ. പക്ഷെ മോടെ അച്ഛൻ പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഏതച്ഛനാ ഇത്? മറ്റേ അച്ഛൻ പിടിച്ചെന്നാ പറഞ്ഞേ. ഓ, മറ്റേ അച്ഛൻ. നിങ്ങളുടെ അച്ഛനാ മനുഷ്യ പെണ്ണുപിടിയാൻ. വെറുതെ എന്റെ അച്ഛനെ മോശക്കാരനൊക്കെ ഉണ്ടല്ലോ. എന്റെ അച്ഛൻ എപ്പോഴാണ് നിന്നെ കയറി പിടിച്ചത്? അയ്യോ, മോന്റെ അച്ഛൻ പിടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ അല്ലേ ഇപ്പൊ പറഞ്ഞ മറ്റേ അച്ഛൻ? മറ്റേ അച്ഛൻ എന്റെ അച്ഛനല്ലയോ? എന്റെ അച്ഛൻ നിന്നെ കയറി പിടിച്ചോ? അച്ഛൻ കയറി പിടിച്ചെന്നല്ലേ ഞാൻ പറഞ്ഞേ. മോന്റെ അച്ഛൻ പിടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചേട്ടാ മതി, ഇവള് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പോലീസിനെ വിളിക്കേ, അതാ നല്ലത്. നിക്ക്, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്നെ അച്ഛൻ കയറി പിടിച്ചെന്ന് പറഞ്ഞത് സത്യം കാര്യമാണ്. പക്ഷേ മോൻ്റെ അച്ഛനോ മോടെ അച്ഛനോ അല്ല എന്നെ കയറി പിടിച്ചേ. ഇവിടെയുള്ള മറ്റേ അച്ഛനില്ലേ, ആ അച്ഛനാ എന്നെ കയറി പിടിച്ചത്. ഇവിടെ ഏതാ മറ്റേ അച്ഛൻ? ഇവിടെ ആകെ ഈ വീട്ടിൽ താമസിക്കുന്ന ഈ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്റെ അച്ഛൻ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അയ്യോ, ഈ അച്ഛനല്ല. നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? ഇവിടെയുള്ള മറ്റേ അച്ഛനില്ലേ, ആ അച്ഛൻ്റെ കാര്യം കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്. എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു, ക്രൂരമായിട്ട് വഴക്ക് പറയുന്നു എന്ന്. അല്ല, നിങ്ങൾ ഈ അച്ഛൻ പറയുന്നു എന്ന് വെച്ച് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നോ? അയ്യോ, ഈ അച്ഛൻ സാധാരണ മുതലാളിമാരോട് വേലക്കാരിമാരോട് പറയുന്നത് പോലെ പറയുന്നുള്ളായിരുന്നു. എനിക്കത് സാരമില്ല. പക്ഷെ മറ്റേ അച്ഛൻ ഭയങ്കര ദേഷ്യപ്പെടല. എനിക്ക് പേടിയാവോ കാണുമ്പോഴേ. ഉഷയെ കയറി പിടിച്ചെന്ന് പറഞ്ഞ അച്ഛൻ ഇതാണോ? ആ, ഈ അച്ഛൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരാടാ? ഉഷയെ കയറി പിടിച്ചെന്ന് പറയുന്ന ആള് ഈ അച്ഛനാണെങ്കിൽ പുള്ളിക്കാരൻ മരിച്ചിട്ട് 2 വർഷം. 2 വർഷമായി.
ഇപ്പോഴാ ശരിക്കും ട്രാക്ക് മാറിയത്.